വിശ്വാസനായകന പൂർത്തി വരുത്തുന്നിൻ യേശുവിങ്കൽ വചനപാത വചനപാത വചനപാത. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 16-17 വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു. വൈകുന്നേരമായപ്പോൾ പല ഭൂതഗ്രസ്തരെയും അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ വാക്കുകൊണ്ട് ദുരാത്മാക്കളെ പുറത്താക്കി സകല ദീനക്കാർക്കും സൗഖ്യം വരുത്തി. അവൻ നമ്മുടെ ബലഹീനതകളെ എടുത്ത് വ്യാധികളെ ചുമന്നു എന്ന് യെശയ്യാ പ്രവാചകൻ പറഞ്ഞത് നിവർത്തിയാകുവാൻ തന്നെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ ബലഹീനരായിട്ടുള്ള ആളുകളെ കൊണ്ടുവന്നു. ഭാരപ്പെട്ട് തളർന്നിരിക്കുന്നവർ യേശുവിൻ്റെ അടുക്കൽ കടന്നു വന്നു. അന്ന് വൈകുന്നേരമായപ്പോൾ യേശുവിൻ്റെ അടുക്കൽ കടന്നു വന്നതായ ബലഹീനതകളെ കർത്താവ് എടുത്തു മാറ്റിയെന്ന്. വ്യാധികളാൽ വലഞ്ഞു വന്നവരുടെ വ്യാധികളെ കർത്താവ് സൗഖ്യം വരുത്തി എന്ന്. എന്നിട്ട് തിരുവചനം പറയുന്നു, യെശയ്യാ പ്രവാചകൻ പറഞ്ഞതായ വചനം അങ്ങനെ നിവർത്തിയായി എന്ന്. ദൈവത്തിൻ്റെ വചനം നിവർത്തിയായി എന്ന്. ഈ സംഭവം നടക്കുന്നതിനും ഏതാണ്ട് 700-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് യെശയ്യാ പ്രവാചകൻ പറഞ്ഞ വചനം നിവർത്തിയായി എന്ന്. ദൈവവചനം നിവർത്തിയായി എന്ന്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം 4-ാം വാക്യത്തിലാണ് പ്രവാചകൻ ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്. ബലഹീനതകളെ നീക്കി വ്യാധികളെ ചുമന്നു എന്ന്, ഭാരങ്ങളെല്ലാം എടുത്തു മാറ്റിയെന്ന്. യേശുവിൻ്റെ അടുക്കൽ വന്നവരുടെ മേൽ ദൈവവചനം നിവൃത്തിയായി. അവർ കർത്താവിൻ്റെ അടുക്കൽ വന്നപ്പോൾ ദൈവവചനം നിവൃത്തിയാകുവാൻ അത് സംഗതിയായി തീർന്നു എന്നാണ് നാം ഇവിടെ തിരുവചനത്തിൽ വായിച്ചത്. യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നവരുടെ അവസ്ഥയിൽ, യേശുവിൻ്റെ അടുക്കൽ വന്നവരുടെ മുമ്പിൽ ദൈവവചനം നിവൃത്തിയായി. ദൈവവചനത്തിന് മുമ്പിൽ ആയിരിക്കുന്നവരുടെ ജീവിതത്തിൽ ഇന്നും ദൈവവചനം നിവൃത്തിയാകുവാൻ സംഗതിയാകുന്നു. നമ്മുടെ ബലഹീനതകളെ അവൻ എടുത്തു മാറ്റുന്നു എന്ന്. അന്ന് യേശുവിൻ്റെ അടുക്കൽ വ്യാധികളാൽ തളർന്നവർ, ബലഹീനരായവർ, തളർന്നു പോകുന്നവർ, ബലം കെട്ടുപോയവർ, അവരുടെ മേൽ ദൈവവചനം നിവൃത്തിയായി. കർത്താവ് അവരുടെ ബലഹീനതകളെ ചുമന്നു, അവരുടെ വ്യാധികളെ എടുത്തു മാറ്റി. ഇന്നും യേശുവിൻ്റെ അടുക്കൽ വരുന്നവരുടെ മേൽ ദൈവത്തിൻ്റെ വചനം നിവൃത്തിയാകുന്നു. ഇന്ന് ഈ സമയത്ത് നാം ഓരോരുത്തരുമായിരിക്കുന്നത് ദൈവവചനത്തിന് മുമ്പിലാണ്. ദൈവവചനത്തിന് മുമ്പിൽ കടന്നു വരുന്നവരുടെ മേൽ ദൈവവചനം നിവൃത്തിയാകുന്നു എന്നാണ് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. നമ്മുടെ ആരാധനയിൽ നാം ദൈവസന്നിധിയിൽ കടന്നു ചെല്ലുമ്പോൾ ദൈവവചനം നിവൃത്തിയാകുന്നു. നമ്മുടെ ബലഹീനതകളെ അവൻ എടുത്ത് മാറ്റിത്തരുന്നു. അതുകൊണ്ടാണ് പിതാക്കന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്. ആരാധനയ്ക്കായി ദൈവാലയത്തിൽ കടന്നു ചെല്ലുമ്പോൾ
പിതാക്കന്മാർ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു, ഞങ്ങളുടെ ബലഹീനത നീക്കി തുണ ചെയ്യണമേ നാഥ എന്ന്. നമുക്കും ചേർന്ന് പാടാം. നീതിയിൽ വിധി ചെയ്യും ന്യായാധിപതേ നീ. നീതിയിൽ വിധി ചെയ്യും ന്യായാധിപതേ നീ. ഏറ്റരുതേ വിധിയിൽ കടമോർത്തിടരുതേ. ബലഹീനത നീക്കി തുണ ചെയ്യുക നാഥ. രാപ്പകലടിയങ്ങൾ കാശ്രയമങ്ങല്ലോ. നാഥ, എൻ്റെ ബലഹീനത നീക്കി എന്നെ സഹായിക്കണമേ. അല്ലേ, ഇന്ന് നാം പലരും ബലഹീനരല്ലേ? തളർന്ന അവസ്ഥയിലല്ലേ നാം ആയിരിക്കുന്നത്? ജീവിതത്തിൻ്റെ പല രംഗങ്ങളിലും തളർന്നു പോകുന്നവരായി, പിടിച്ചു നിൽക്കുവാൻ കെൽപ്പില്ലാതെ, തരണം ചെയ്യുവാൻ കരുത്തില്ലാതെ, ചുമക്കുവാൻ ബലമില്ലാതെ, ജീവിതത്തിന് നേരെ ഭാരങ്ങൾ കടന്നു വരുമ്പോൾ, കഷ്ടതകൾ കടന്നു വരുമ്പോൾ, പ്രതികൂലങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ അതിനെ തരണം ചെയ്യുവാനുള്ള ബലമില്ലാതെ, അതിനെ അതിജീവിക്കാനുള്ളതായ ശക്തിയില്ലാതെ തളർന്നു പോകുന്ന ജീവിതങ്ങൾ നമ്മിൽ പലരും അങ്ങനെയല്ലേ? നമ്മുടെ സ്വഭാവത്തിൽ ബലഹീനതകളുള്ളവരില്ലേ? സ്വഭാവത്തിൽ ബലഹീനതകളുള്ളവർ വേണ്ട എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ജയം കിട്ടുന്നില്ല. സ്വഭാവത്തിൽ ബലഹീനതകളിൽ വീണുപോകുന്നു. അങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ല എന്നറിയാം, തെറ്റാണെന്നറിയാം, പക്ഷേ സംസാരിച്ചു പോകുന്നു. സ്വഭാവത്തിലെ ബലഹീനതകൾ. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നറിയാം, അരുതാത്തതാണെന്നറിയാം, പക്ഷേ പാപത്തിൽ വീണുപോകുന്നു, ദുശീലങ്ങളിൽ വീണുപോകുന്നു, പാപപ്രവൃത്തികളിൽ വീണുപോകുന്നു, അരുതാത്ത കൂട്ടുകെട്ടുകളിൽ വീണുപോകുന്നു. ബലഹീനതകൾ, സ്വഭാവത്തിലെ ബലഹീനതകൾ നീക്കിത്തരുന്നവനായ ഒരു യേശു ജീവിക്കുന്നു. എന്താണ് നാം പ്രാർത്ഥിക്കുന്നത്? എൻ്റെ നാഥ, എൻ്റെ സ്വഭാവത്തിലുള്ള ഈ ബലഹീനതകളെ നീക്കിത്തരണമേ എന്നാണ്. സ്വഭാവത്തിൽ ബലഹീനതകളുള്ളവര്, ബലഹീനതകൾ നീക്കിത്തരുന്നവനായ ദൈവം. സ്വഭാവത്തിലും ജീവിതത്തിലും ആത്മീയത്തിലും ഇടറുന്നവരല്ലേ നമ്മിൽ പലരും? ഇടറി വീണുപോകുന്നവരല്ലേ? വാടിപ്പോകുന്നവരല്ലേ? ആത്മീയത്തിൽ വാടിപ്പോകുന്നു, ഇടറിപ്പോകുന്നു. സ്വഭാവത്തിൽ ഇടറിപ്പോകുന്നു, ജീവിതത്തിൽ ഇടറിപ്പോകുന്നു, കാലിടറുന്നു, വാടിപ്പോകുന്നവര്. നമ്മുടെ ബലഹീനതകളെ നീക്കിത്തരുന്നവനായ യേശു ജീവിക്കുന്നു. പലരും പറയും, മനുഷ്യനല്ലേ, ബലഹീനനല്ലേ, സാരമില്ല എന്ന്. നാം ആരും അങ്ങനെ പറഞ്ഞ് മുന്നോട്ട് പോകുന്നവരാകരുത്. മനുഷ്യനല്ലേ, ബലഹീനനല്ലേ, സാരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇനി മുന്നോട്ട് പോകരുത്. നീക്കിത്തരുന്നവനായ യേശു ഉള്ളപ്പോൾ എന്തിനു മുന്നോട്ട് പോകണം? ബലഹീനല്ലേ, മനുഷ്യനല്ലേ, വീണുപോവുകയില്ലേ, സാരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്തിനു മുന്നോട്ട് പോകണം? ബലഹീനരാണോ? ബലഹീനതയുണ്ടെങ്കിൽ അത് നീക്കിത്തരുന്നവനായ യേശു ഉള്ളപ്പോൾ എന്തിനാണ് ബലഹീനരായി പോകുന്നത്? ബലഹീനത നീക്കി തുണ ചെയ്യുക നാഥ. ദൈവോധനം നിവൃത്തിയാകാൻ സംഗതിയാകട്ടെ. അവൻ നമ്മുടെ ജീവിതത്തിലുള്ള ബലഹീനതകളെ എടുത്തു മാറ്റിക്കളയുമെന്നുള്ള ദൈവത്തിൻ്റെ വചനം നിവൃത്തിയാകാൻ സംഗതിയാകട്ടെ. ബലഹീനരായി മുന്നോട്ട് പോകല്ലേ. ദൈവവചനം നിവൃത്തിയാകാൻ സംഗതിയാകട്ടെ. ബലഹീനതകളെ എടുത്തു, വ്യാധികളെ ചുമന്നു. ദുരാത്മാക്കൾ പുറത്തു പോകണം. അശുദ്ധിയിലേക്കും വേണ്ടാദീനങ്ങളിലേക്കും ദുശീലങ്ങളിലേക്കും ദുസ്വഭാവങ്ങളിലേക്കും
മദ്യപാനത്തിലേക്കും വെറുക്കത്തിലേക്കും വാശിയിലേക്കും വഴക്കിലേക്കും കലഹങ്ങളിലേക്കും കോപത്തിലേക്കുമെല്ലാം നമ്മെ വലിച്ചഴച്ചു കൊണ്ടുപോകുന്ന ദുരാത്മാക്കളെ അവൻ പുറത്താക്കുന്നു. ദുരാത്മാക്കളെല്ലാം വിട്ടുപോകണം. ദൈവത്തിൻ്റെ വചനം നോക്കുമ്പോൾ യേശു നീക്കിയ ചില ബലഹീനതകൾ നമുക്ക് കാണാൻ സാധിക്കും. മനുഷ്യൻ്റെ ബലഹീനതകളെ നീക്കുന്നവനായ യേശു നീക്കിയതായ ചില ബലഹീനതകൾ, ഒരു 3 കാര്യങ്ങൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 10 മുതലുള്ളതായ വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ ഒരു സ്ത്രീയെ നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു ശബത്തിൽ അവനൊരു പള്ളിയിൽ ഉപദേശിച്ചു കൊണ്ടിരുന്നു. അവിടെ 18 സംവത്സരമായി ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരുവാൻ കഴിയാതെ കൂനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. യേശു അവളെ കണ്ട് അടുക്കെ വിളിച്ചു, സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് അവളുടെ മേൽ കൈവച്ചു. അവൾ ക്ഷണത്തിൽ നിവർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി. ഒരു ബലഹീനിയായ സ്ത്രീ, നിവർന്നു നിൽക്കാനുള്ള ബലമില്ല, കൂനിയായവൾ. അവൾ ദൈവാലയത്തിൽ വന്നു. ഒട്ടും നിവരാൻ കഴിയാത്ത കൂനിയായ സ്ത്രീ, 18 വർഷമായി 18 ആണ്ട് ബലഹീനയായി നടന്നവൾ. ആ ബലഹീനതയും വെച്ചുകൊണ്ടാണ് 18 കൊല്ലം അവൾ നടന്നത്. എല്ലാവരും വന്ന് നിൽക്കുമ്പോൾ ഒപ്പം നിൽക്കാൻ അവൾക്ക് കഴിയുന്നില്ല. കൂനിയാണ്, കൂനിപ്പോയി. മറ്റുള്ളവർക്ക് ഒപ്പം നിൽക്കാൻ കഴിയാത്തവർ ഇല്ലേ? അങ്ങനെയുള്ളവരില്ലേ? എല്ലാവരും ഒപ്പം അങ്ങെത്താൻ കഴിയുന്നില്ല. ബലഹീനതയാണത്. കുടുംബത്തിൽ മറ്റുള്ളവരുടെ ഒപ്പം നിൽക്കാൻ കഴിയുന്നില്ല, താണുപോയി. ഒരു താഴ്ച വന്നുപോയി, വന്നുപോയി, കൂനിപ്പോയി. ഇല്ലേ? ഇന്ന് ജീവിതത്തിലേക്ക് നോക്കുക. 18 ആണ്ട് നടന്ന ഒരു ബലഹീന, 18 വർഷമായി ഒപ്പമെത്താൻ കഴിയുന്നില്ല, ഒപ്പം നിൽക്കാൻ പറ്റുന്നില്ല, കൂനിപ്പോയി. മറ്റുള്ളവരുടെ ഒപ്പം നിൽക്കാൻ കഴിയുന്നില്ല, താണുപോയി, താഴ്ച വന്നുപോയി. ചില സാക്ഷ്യക്കേടുകൾ വന്നുപോയി, സാമ്പത്തികമായി തകർച്ച വന്നുപോയി. ഭർത്താവിൻ്റെ മദ്യപാനം, താണുപോയി, തല കുഞ്ഞുപോയി. നാട്ടുകാരുടെ ഇടയിൽ, സ്വന്തക്കാരുടെ ഇടയിൽ, ബന്ധുക്കളുടെ ഇടയിലെല്ലാം തല താണുപോയി. മക്കൾ വഴിതെറ്റിപ്പോയി, തല താണുപോയി. മറ്റുള്ളവർക്കുള്ളതുപോലെ കഴിവില്ലാതെ പോയി, കഴിവുകേടുകൾ വന്നുപോയി, ചില പിടിപ്പുകേടുകൾ വന്നുപോയി. താണുപോയവർ ഉണ്ടോ? മറ്റുള്ളവരുടെ ഒപ്പം പഠിക്കാനുള്ള കഴിവില്ല. മറ്റുള്ളവരെല്ലാം പഠിച്ച് ഉയർന്നു പോയപ്പോൾ പഠിക്കാനുള്ള കഴിവില്ല. വിദ്യാഭ്യാസത്തിൽ തകർച്ച വന്നുപോയി. നല്ല ജോലികളിൽ ഉയർന്നു പോയപ്പോൾ ഒരു കരകയറ്റം കിട്ടാതെ പോയി, താണുപോയി. 38 ആണ്ട് നടന്ന ബലഹീന യേശു കണ്ടു. പാവം, അവളുടെ ബലഹീനത യേശു കണ്ടു. കൂനി നിൽക്കുന്നവൾ യേശു കണ്ടു. ഒപ്പം നിൽക്കാൻ കഴിയാത്തവളെ യേശു കണ്ടു. അവളുടെ അടുക്കിലേക്ക് ചെന്ന് അവളുടെ മേൽ കൈവച്ചു. സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. അവൾ ക്ഷണത്തിൽ നിവർന്നു ദൈവത്തെ മഹത്വപ്പെടുത്തി. എല്ലാവരുടെയും ഒപ്പം അവളും നിവർന്നു നിന്നു. അന്ന് ആ ദൈവാലയത്തിൽ അതുവരെയും ആളുകളുടെ ഒപ്പം നിൽക്കാൻ അവൾക്ക് കഴിയില്ലായിരുന്നു, താഴ്ച പറ്റിയവളായിരുന്നു. എന്നാൽ യേശു അവളുടെ ബലഹീനതകളെ എടുത്തു മാറ്റിയപ്പോൾ അവൾ നിവർന്നു നിന്നു. ഇന്ന് ദൈവത്തിൻ്റെ വചനം നിവൃത്തിയാകുവാൻ നിങ്ങൾ ആരെല്ലാം ആഗ്രഹിക്കുന്നുണ്ട്? കർത്താവേ, എൻ്റെ ബലഹീനത മാറ്റി തരണമേ, എൻ്റെ താഴ്ചയിൽ എന്നെ ഒന്ന് നിവർത്തണമേ. ചില പാപങ്ങൾ വന്നുപോയി, ഞാൻ താണുപോയി.
ചില കുറവുകൾ വന്നുപോയി, ഞാൻ താണുപോയി. ചില പ്രശ്നങ്ങൾ വന്നുപോയി, ഞാൻ താണുപോയി. ചില നിന്ദകൾ ജീവിതത്തിൽ നേരിടേണ്ടി വന്നുപോയി, ഞാൻ താണുപോയി. നിന്റെ വചനം നിവർത്തിയാകുവാൻ ഇന്ന് സംഗതിയാക്കണമേ. അവളുടെ ബലഹീനത മാറി അവൾ നിവർന്നു നിന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവളായി. ഒന്നാമത്തെ കാര്യം, 18 ആണ്ട് നടന്ന ഒരു ബലഹീന. രണ്ടാമത്തെ കാര്യം എന്താണ്? യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം നാം വായിക്കുമ്പോൾ 38 ആണ്ട് കിടന്ന ഒരു ബലഹീനൻ അവിടെ കാണുന്നുണ്ട്. യെരുശലേമിൽ ആട്ടുവാതിൽക്കൽ ബെഥസ്ത എന്നു പേരുള്ള കുളമുണ്ട്. ദൈവാലയത്തിലേക്ക് പോകുന്ന വഴിയാണ്. യാഗങ്ങൾക്ക് വേണ്ടി ദൈവാലയത്തിലേക്ക് ആടുകളെ കൊണ്ടുപോകുന്നതായ വഴിയാണ്. യാഗം കഴിക്കാനുള്ളവർ ആടുകളെയും കൊണ്ട് കയറുന്ന ആട്ടുവാതിൽക്കൽ ദൈവാലയത്തിലേക്ക് ആരാധിക്കാൻ പോകുന്നവർ കൂട്ടത്തോടെ പോകുന്നതായ ആ വഴിയിൽ 38 ആണ്ടായി. 5-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നത്, എന്നാൽ 38 ആണ്ട് രോഗം പിടിച്ച് കിടന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ കിടക്കുന്നത് യേശു കണ്ടു. അവൻ്റെ ബലഹീനത യേശു കണ്ടു. പള്ളിയിലേക്ക് പോകുന്ന വഴിയിൽ, ആരാധനയിലേക്ക് പോകുന്നതായ വഴിയിൽ യെരുശലേമിൽ ആട്ടുവാതിൽക്കൽ ആ ബെഥസ്ത കുളത്തിൽ വെള്ളമിളകുന്നത് കാത്തുകൊണ്ട് കിടക്കുന്ന ആളുകളുടെ അരികിൽ വെള്ളത്തിൻ്റെ ഇളക്കം കാത്തുകൊണ്ട് അവൻ കിടക്കുകയാണ്. ദൈവാലയത്തിലേക്ക് പോകുന്ന വഴിയിലാണ് അവൻ കിടക്കുന്നത്. ഇവിടെ രണ്ടാമത്തെ വ്യക്തി 38 ആണ്ട് കിടക്കുകയാണ്. അവൻ ആലയത്തിൻ്റെ അകത്ത് പോകുന്നില്ല, ആ വഴിയിലൊക്കെ ഉണ്ട്, ആത്മീയത്തിൻ്റെ വഴിയിലുണ്ട്. ദൈവാലയത്തിലേക്ക് പോകുന്ന വഴിയിൽ അവൻ കിടക്കുകയാണ്. ആലയത്തിൽ പോകില്ല, ആത്മീയത്തിൻ്റെ വഴിയിലുണ്ട്. പക്ഷേ ആത്മീയ രംഗത്ത് അവനെത്തില്ല, കടക്കില്ല. ഇഷ്ടമാണ്, താല്പര്യമാണ്, നല്ലതാണ്. ആത്മീയത്തിൻ്റെ വഴിയിലാണ്, പക്ഷേ ആത്മീയത്തിലായിട്ടില്ല. 38 ആണ്ട് കിടന്ന ബലഹീനൻ വെള്ളമിളകുന്നത് കാത്ത് അവൻ കിടക്കുകയാണ്. അതാത് സമയത്ത് ഒരു ദൂതനെ പറഞ്ഞയക്കും. ആ ദൂതൻ വന്ന് കുളത്തിലെ വെള്ളം കലക്കും. അപ്പോൾ ആദ്യം ആ വെള്ളത്തിൽ ഇറങ്ങുന്നവൻ ഏത് വ്യാധി പിടിച്ചവനായിരുന്നാലും അവൻ സൗഖ്യമാകും. 38 ആണ്ടായി അവൻ വെള്ളമിളകുന്നത് കാത്ത് കിടക്കുകയാണ്. വെള്ളമിളകുന്നത് കാത്ത് അവൻ കിടക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അവനെ സൗഖ്യമാക്കി. അവൻ്റെ ബലഹീനതകളെ എടുത്തു മാറ്റി. അവൻ ബലമുള്ളവനായി കിടക്കയെടുത്തുകൊണ്ട് നടന്നു എന്നാണ് നാം വായിക്കുന്നത്. അതിൻ്റെ 8-ാം വാക്യം അങ്ങനെയാണ്, യേശു അവനോട്, എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് നടക്ക എന്ന് പറഞ്ഞു. ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്കയെടുത്ത് നടന്നു. 38 ആണ്ട് കിടന്ന ബലഹീനൻ, അവൻ്റെ ബലഹീനത യേശു എടുത്തു മാറ്റി. മൂന്നാമത്തെ സംഭവം നാം വായിക്കുന്നത് മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം ആദ്യം മുതലുള്ളതായ വാക്യങ്ങളാണ്. കഫർന്നഹൂമിൽ ഒരു വീട്ടിൽ യേശു ആയിരിക്കുമ്പോൾ 4 ആളുകൾ ചേർന്ന് ഒരു ബലഹീനനായ മനുഷ്യന് കിടക്കയോടെ കട്ടിലോടെ ചുമന്നുകൊണ്ടുവന്ന്, വാതിൽക്കൽ പോലും സ്ഥലമില്ലാതെ ആളുകൾ തിങ്ങിക്കൂടി നിൽക്കുന്നത് കൊണ്ട് മേൽപ്പുര പൊളിച്ച് അവനെ യേശുവിൻ്റെ അടുക്കൽ ഇറക്കി വെച്ചു. യേശു അവനെ സൗഖ്യമാക്കി. അവൻ കിടക്കയെടുത്ത് നടന്നു എന്നാണ് വായിക്കുന്നത്. അവൻ എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടന്ന് എല്ലാവരും കാണെ പുറപ്പെട്ടു. അത് കണ്ട എല്ലാവരും വിസ്മയിച്ചു. ഇങ്ങനെ ഒരു നാളും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. നാം ഇന്ന് അപൂർവ കാര്യങ്ങളെ കണ്ടു എന്ന് പറഞ്ഞു. അവൻ എത്ര കാലമായി അങ്ങനെ ബലഹീനനായി കിടക്കുന്നു എന്നൊന്നും നമുക്കറിയില്ല. അവൻ പള്ളിയിൽ പോകാത്തവനാ, വചനം കേൾക്കാൻ പോകാത്തവനാ, പോവാൻ ആ വഴിയിൽ പോലും ഇല്ലാത്തവനാണ്.
മറ്റുള്ളവർ ചുമന്നുകൊണ്ടുവന്നെന്നാണ് പറയുന്നത്. ഒന്നാമത്തെ മനുഷ്യനെ നാം കണ്ടു, ആ കൂനിയായ സ്ത്രീയെ നാം കണ്ടു. 18 വർഷമായി അവൾ ബലഹീനയാണ്. അവൾ ബലഹീനത ചുമന്നുകൊണ്ട് നടക്കുന്നവളാണ്. അവൾ ബലഹീനയാണെങ്കിലും പള്ളിയിൽ വരുമായിരുന്നു. രണ്ടാമത്തെ വ്യക്തി ബലഹീനനെങ്കിലും ആ വഴിയിൽ അവൻ വരുമായിരുന്നു. ദൈവാലയത്തിലേക്കുള്ള വഴിയിൽ, ആട്ടുവാതിൽക്കൽ ആ വഴിയിൽ അവൻ വരുമായിരുന്നു. എന്നാൽ ഇവിടെ മൂന്നാമത്തെ വ്യക്തി, അവൻ ആത്മീയതയുടെ വഴിക്ക് ഒന്നും വരാത്ത ബലഹീനതനാണ്. ആത്മീയതയുടെ വഴിയിൽ വരാത്ത ബലഹീനൻ, ആ വഴിക്ക് വരാത്തവൻ. എന്നാൽ അവിടെ അവൻ്റെ ബലഹീനതകളെ കർത്താവ് നീക്കിയപ്പോൾ ആ ജനം അപൂർവകാര്യം കണ്ടു. ആ ജനം അപൂർവകാര്യം കണ്ടു. ഇന്ന് അവൻ അപൂർവകാര്യങ്ങളെ ചെയ്യുന്നവനാണ്. അവൻ നമ്മുടെ ബലഹീനതകളെ എടുത്ത് വ്യാധികളെ ചുമന്നു എന്നുള്ള തിരുവചനം നിവൃത്തിയാകുവാൻ സംഗതിയാകണം. ആത്മീയത്തിലെ ബലഹീനനുണ്ട്, ദൈവാലയത്തിൽ വരും, ആരാധിക്കാനും വരും, പക്ഷേ ബലഹീനനാണ്, ഒട്ടൊന്നു വരാൻ കഴിയാത്തവളാണ്. ആത്മീയത്തിലെ ബലഹീനൻ, ആത്മീയ വഴിയിലെ ബലഹീനരുണ്ട്, ആത്മീയതയോട് അടുക്കാത്ത ബലഹീനരുണ്ട്. ഇന്ന് ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കുക, നാം ഇതിൽ ഏത് ഗണത്തിൽപ്പെടുന്ന ബലഹീനനാണ്? 3 വിധത്തിലുള്ളതായ ബലഹീനരുണ്ട്. ആത്മീയത്തിൽ ബലഹീനരായിട്ടുള്ളവരുണ്ട്. പള്ളിയുണ്ട്, ആരാധനയുണ്ട്, കൂട്ടായ്മയുണ്ട്, ആത്മീയ രംഗങ്ങളിലെല്ലാം ഉണ്ട്, പക്ഷേ ബലഹീനനാണ്, വീണുപോകുന്നു, ജയം കിട്ടുന്നില്ല, ബലഹീനനാണ്. ആത്മീയത്തിലെ ബലഹീനര്. 2, ആത്മീയ വഴിയിലെ ബലഹീനര്. 3, ആത്മീയതയോട് അടുക്കാത്ത ബലഹീനര്. ആത്മീയതയോട് അടുക്കാത്ത ബലഹീനര് ചുമന്നു കൊണ്ടുവരേണ്ടി വന്നു, കട്ടിലോട് ചുമന്നു കൊണ്ടുവരേണ്ടി വന്നു. എന്നാൽ നമ്മുടെ ബലഹീനതകളെ ചുമക്കാൻ ഇറങ്ങി വന്നവൻ എല്ലാവരുടെയും ബലഹീനതകളെ നീക്കിയവനാണ്. ദൈവവചനം നിവൃത്തിയാകുവാൻ സംഗതിയായി നമ്മുടെ ബലഹീനതകളെ ചുമക്കുവാൻ വന്നവൻ. ഒരു രംഗത്തേക്ക് കൂടെ നമ്മുടെ കണ്ണുകളെ നാം നോക്കണം. അവൻ നമ്മുടെ ബലഹീനതകളെ ചുമന്നുപോയപ്പോൾ, നമ്മുടെ ബലഹീനതകളെ ചുമക്കാൻ വന്നവൻ നമ്മുടെ ബലഹീനതകളെല്ലാം ചുമന്നുകൊണ്ട് നടന്നു നീങ്ങുമ്പോൾ അവൻ ഒരു ബലഹീനനെ പോലെയായി. അവൻ വേച്ചു വേച്ചു വീണു. കുരിശുമരവും തോളിന്മേൽ താങ്ങിക്കൊണ്ട് അവൻ സെഹിയോൻ കോട്ടയെ വിട്ട് പുറപ്പെട്ടു പോകുമ്പോൾ ആ കുരിശുമരം ചുമക്കുവാൻ പോലും ബലമില്ലാത്തവനായി അവൻ ഇടറി വീണു. ബലഹീനനായി അവൻ മാറി. ഒരു ബലഹീനനെ പോലെ അവനായി വേച്ച് വീണു. അവൻ അടികൊണ്ട് തളർന്നു വീണു. ഒരു ബലഹീനനെ പോലെ അവൻ നിലവിളിച്ചു, പിതാവേ, എനിക്ക് താങ്ങാൻ കഴിയുന്നില്ലല്ലോ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലല്ലോ. ഗതസമനയിൽ അവൻ്റെ മേൽ നമ്മുടെ അകൃത്യങ്ങളെല്ലാം ചുമത്തിയപ്പോൾ, നമ്മുടെ ബലഹീനതകളെല്ലാം അവൻ്റെ മേലായപ്പോൾ അവൻ ബലമില്ലാത്തവനായി അവനൊരു ബലഹീനനെ പോലെ നിലവിളിച്ചു, പിതാവേ, താങ്ങാൻ കഴിയുന്നില്ലല്ലോ, സഹിക്കാൻ പറ്റുന്നില്ലല്ലോ, എൻ്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞ് ഒരു ബലഹീനനെ പോലെ നിലവിളിച്ചവൻ, കഴിയുമെങ്കിൽ ഈ പാനപാത്രമെങ്കിൽ നിന്ന് നീക്കിത്തരണമേ എന്നൊരു ബലഹീനനെ പോലെ നിലവിളിച്ചവൻ, അവനെ മാലാഖമാരിറങ്ങി വന്ന് ബലപ്പെടുത്തി, എൻ്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞ് ദൈവ ഇഷ്ടത്തിനായി അവൻ അവനെ തന്നെ സമർപ്പിച്ചു. എബ്രായ ലേഖനം 4-ാം അധ്യായം 15-ാമത്തെ വാക്യം നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. നമുക്കുള്ള മഹാപുരോഹിതൻ
നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ വായ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിനടുത്ത് ചെല്ലുക. അവൻ നമ്മുടെ ബലഹീനതകളെ ചുമന്ന് നീക്കാൻ ഇറങ്ങി വന്നവനാണ്. ഒരു ബലഹീനനെ പോലെ അവൻ നിലവിളിച്ചവനാണ്. ഒരു ബലഹീനെ പോലെ അവൻ വേച്ച് വീണവനാണ്. ഒരു ബലഹീനെ പോലെ അടികൊണ്ട് തളർന്നവനാണ്. ഒരു ബലഹീനെ പോലെ എനിക്ക് ദാഹിക്കുന്നു എന്ന് നിലവിളിച്ചവനാണ്. അവൻ ഇന്ന് ഉയർത്തെഴുന്നേറ്റ ബലവാനായി, ജയാളിയായി, ബലവാനായി നമ്മുടെ ബലഹീനതകൾ എടുത്തു മാറ്റാൻ നമ്മുടെ അരികിലേക്ക് വരുന്നു. ഇന്ന് ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ബലഹീനരാരെല്ലാം ഉണ്ട്. ബലഹീനത നീക്കി തുണ ചെയ്യുന്ന നാഥൻ നമ്മുടെ അരികിൽ വന്ന് നിൽക്കുന്നു. 18 ആണ്ട് ബലഹീനയായി നടന്ന ഒരു സ്ത്രീ, ആത്മീയ രംഗത്തെ ബലഹീന. 38 ആണ്ട് ബലഹീനനായി ആലയത്തിലേക്കുള്ള വഴിയിൽ കിടന്ന ഒരു മനുഷ്യൻ, ആത്മീയത്തിൻ്റെ വഴിയിലുള്ള ബലഹീനൻ. 3 ആത്മീയതയിലേക്ക് അടുക്കാത്ത ബലഹീനൻ. എത്രയാണ്ടെന്ന് പോലും പറയുന്നില്ല. ഇവരുടെ എല്ലാം ബലഹീനത നോക്കി യേശു ഇന്ന് അപൂർവ കാര്യങ്ങൾ നടക്കുവാൻ അവൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഒരു വാക്കിങ്ങനെ പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, അവിടുന്ന് ഞങ്ങളുടെ ബലഹീനതകളെ നീക്കിത്തരുന്ന ദൈവമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവെ, ഞങ്ങളിൽ ബലഹീനതകളുള്ളവരുണ്ട്, കുറവുകളുള്ളവരുണ്ട്. കർത്താവെ, ഇന്ന് അപൂർവ കാര്യങ്ങൾ ഞങ്ങൾക്ക് അനുഭവമാക്കി തരണമേ. അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുന്നു. എല്ലാ മഹത്വം എടുക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമേൻ. ദൈവത്തിന് സ്തോത്രം.